ഈ കേസിൽ ഹൈക്കോടതിയുടെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഈ നിമിഷം പുറത്തു വരുന്നുണ്ട്. അട്ടപ്പാടി മധു കേസിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. അംബേദ്കർ പറയാൻ ശ്രമിച്ച സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക അസമത്വത്തിന്റെ ഉദാഹരണമാണ് കേസെന്ന് ഹൈക്കോടതി. കേരളത്തിന് ഇതൊരു കണ്ണു തുറപ്പിക്കുന്ന കേസാണ്. സാക്ഷികൾ കൂറുമാറിയത് നിസ്സാരമല്ല എന്നും ഹൈക്കോടതിയുടെ പരാമർശമുണ്ടായി. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ സംഭവം ഉണ്ടായത് തൊട്ട് ഇങ്ങോട്ട് വരെയുള്ള എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഈ കൂറുമാറിയത് ഉൾപ്പെടെ എന്തെല്ലാം പശ്ചാത്തലം ഇതിനുണ്ടായിരുന്നു അതെല്ലാം തന്നെ എടുത്തു പറയുന്നു. അതിൽ വലിയ തോതിൽ വിമർശനവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അങ്ങനെയാണല്ലേ വിധി വരുന്നത്? തീർച്ചയായിട്ടും മധു സംഭവത്തിന് ശേഷവും കേരളത്തിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ആൾക്കൂട്ട നീതി നടപ്പിലാക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കേസിലെ വിധി പ്രസ്താവം ഇത്തരം ആൾക്കൂട്ട നീതി നടപ്പിലാക്കലിനുള്ള മുന്നറിയിപ്പാണെന്നുള്ളത് ഹൈക്കോടതി ഈ വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അംബേദ്കർ പറയാൻ ശ്രമിച്ച സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക അസമത്വത്തിന്റെ ഉദാഹരണമാണ് കേസ് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ കേസ്. അതോടൊപ്പം തന്നെ ഈ കേസിന്റെ വസ്തുതകൾ പരിശോധിച്ചാൽ ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാകുമെന്നും ഈ വിധി പ്രസ്താവത്തിൽ ഹൈക്കോടതി എടുത്തു പറയുന്നു. കേരളത്തിന് ഇതൊരു കണ്ണു തുറപ്പിക്കുന്ന കേസായിരിക്കും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ മധുവിന്റെ ആ അവസ്ഥ അത് അവിടെ കൊണ്ട് തീർന്നില്ല. പിന്നെയും തുടർ വർഷങ്ങളിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചിലർ മരണപ്പെട്ടു, ചിലർ വലിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ ആൾക്കൂട്ട നീതി നടപ്പിലാക്കൽ കേരളത്തിൽ നിർബാധം തുടരുന്നു എന്നുള്ളതാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോടതി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. നീതിന്യായ വ്യവസ്ഥയുടെയോ എക്സിക്യൂട്ടീവിൻ്റെയോ ഇടപെടൽ മാത്രം ഈ തിന്മ ഭേദമാക്കാൻ കഴിയില്ല. അത് ഒരു സാമൂഹ്യ മാറ്റം തന്നെ അതിൽ ഉണ്ടാകണമെന്നുള്ളതാണ് കോടതി ഇവിടെ ഊന്നി പറയുന്നത്. ഈ വ്യവസ്ഥയെ ബാധിക്കുന്ന ദുഃഖകരമായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് പരിഹാര നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഈ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഇത്തരത്തിലുള്ള നീതി നടപ്പിലാക്കലിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. അല്ലെങ്കിൽ ആ നീതി നടപ്പിലാക്കൽ അത് നമ്മുടെ നിയമ സംവിധാനത്തിൽ ഒരിക്കലും യോജിച്ചു പോകുന്നതല്ല എന്നുള്ളത് പറയുന്നുണ്ട്. സാക്ഷികൾ കൂറിമാറിയിട്ടും ഇലക്ട്രോണിക് തെളിവിന്റെ ബലത്തിലാണ് ശിക്ഷ ഉറപ്പാക്കിയതെന്നും കോടതി പറയുന്നുണ്ട്. അതായത് ബന്ധുക്കൾ ഉൾപ്പെടെ, അത് മധുവിന്റെ കുടുംബം തന്നെ പറയുന്നുണ്ട്, ബന്ധുക്കൾ ഉൾപ്പെടെ കൂറുമാറി നാട്ടുകാർ എതിരായി, എന്നിട്ട് പോലും ഹൈക്കോടതിയിൽ നിന്നൊരു നല്ലൊരു വിധി ലഭിച്ചത് ആശ്വാസമെന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് തെളിവുകൾ ആണ്. ഈ CCTV ഫൂട്ടേജ് ആണെങ്കിലും അത്തരത്തിലുള്ള മൊബൈൽ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. അങ്ങനെയാണ് സാക്ഷികൾ കൂറുമാറിയത് നിസ്സാരമല്ല എന്ന് ഹൈക്കോടതി പറയുന്നുണ്ടായിരുന്നു. ഈ കൂറുമാറ്റം അത് അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. സത്യം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ വിചാരണ കോടതിയിൽ പരാജയപ്പെട്ടു തുടങ്ങിയ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ, അത്തരത്തിലുള്ള വിമർശനങ്ങളാണ് ഈ അട്ടപ്പാടി മധു കേസുമായി ബന്ധപ്പെട്ടെന്ന് ഹൈക്കോടതി ഉയർത്തിയത്. അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.